ഓക്കെ, സോ റിയൽമി 9 Pro സീരീസ് തീർച്ചയായിട്ടും ഒരു കിഡിലൻ തകർപ്പൻ സീരീസ് ആയിരിക്കും. കാരണം ഇത്തവണ റിയൽമി എന്തായാലും കംബാക്ക് ചെയ്യും. റിയൽമിയുടെ 8 സീരീസ്, 8 ആണെങ്കിലും 8 Pro ആണെങ്കിലും ഓർഡിനറി നോർമൽ സീരീസ് ആയിരുന്നു, അങ്ങനെ ഒരു വൗ ഫാക്ടർ ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും റിയൽമി ആ വൗ ഫാക്ടർ കൊണ്ടുവരും. നിങ്ങളിൽ ഒരുപാട് പേര് ഈ സീരീസിനെ കുറിച്ച് പല ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് അറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റ് നോക്കാം. ആസ് പെർ ലീക്സ്, സ്ട്രോങ് ലീക്സ് വന്നിട്ടുണ്ട്. February 15th ആണ് റിയൽമി 9 Pro സീരീസിൻ്റെ ഗ്ലോബൽ ലോഞ്ച് ഇവൻറ്റ്. അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതായത് February 16th ഇത് ഇന്ത്യയിലും ലോഞ്ച് ആവും. ഞാൻ പല സോഴ്സ് നോക്കിയിരുന്നു, എല്ലാത്തിലും February 15th ഗ്ലോബൽ ലോഞ്ച് എന്നാണ് പറയുന്നത്. അതിനുശേഷം February 16th ഇന്ത്യ ലോഞ്ച്. റിയൽമി 9 Pro സീരീസിൽ 2 ഫോൺസ് വരുന്നുണ്ട്, റിയൽമി 9 Pro ആൻഡ് റിയൽമി 9 Pro Plus. റിയൽമി 9 Pro Plusൻ്റെ ഗീക്ക് ബെഞ്ച് സ്കോർ വന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തീർച്ചയായിട്ടും MediaTek Dimensity 920 5G ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. റിയൽമിയുടെ ട്വിറ്റർ പേജിലൂടെ അവരത് ടീസും ചെയ്തിട്ടുണ്ട്. സോ Dimensity 920 5G ചിപ്സെറ്റ് കൺഫേംഡ് ആണ്. 6 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്, 2.5 GHz ആണ് ക്ലോക്ക് സ്പീഡ്. റിയൽമി 9 Proൻ്റെ ചിപ്സെറ്റിനെ കുറിച്ച് റിയൽമിയുടെ സൈഡിൽ നിന്ന് അങ്ങനെ കൺഫർമേഷൻ ലീക്സും ടീസിംഗ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ 2 ഫോൺസും തീർച്ചയായിട്ടും 5G ഫോൺസ് ആയിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള 5G ബാൻഡ്സ്, 5G സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ Qualcomm Snapdragon 695 5G ചിപ്സെറ്റ് ആയിരിക്കും മിക്കവാറും റിയൽമി 9 Proയിൽ വരാൻ പോകുന്നത്. അതായത് Redmi Note 11 Pro 5Gൻ്റെ ഗ്ലോബൽ വേരിയൻറ്റിൽ വന്ന എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ് Snapdragon 695 ചിപ്സെറ്റ്. സ്നാപ്ഡ്രാഗൻ്റെ 600 സീരീസിൻ്റെ ചിപ്സെറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിപ്സെറ്റിനെ കൊച്ചാക്കി കാണണ്ട. തകർപ്പൻ ചിപ്സെറ്റ് ആണ്. Qualcomm Snapdragon 750G, ഈവൻ 765Gൻ്റെ മേളിലാണ് പെർഫോമൻസ് കിട്ടുന്നത്. സോ ഒരു ഡൗട്ടും വേണ്ട, ഈ 2 ഫോൺസിലും കിഡിലൻ പെർഫോമൻസ് കിട്ടും. നോർമൽ പെർഫോമൻസ് ആണെങ്കിലും ഗെയിമിംഗ് പെർഫോമൻസ് ആണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരിക്കും. റിയൽമി 9 Pro സീരീസിൻ്റെ ബാക്കിൻ്റെ ഡിസൈൻ, ബിൽഡ്, ലുക്ക് എല്ലാം ലീക്കായിട്ടുണ്ട്. ഓക്കെയാണ്, കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആക്കാമായിരുന്നു. പക്ഷേ ഒരു ടിപ്പിക്കൽ റിയൽമി ഡിസൈൻ എന്ന് പറയാം. റിയൽമി റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത റിയൽമി GT Neo 2 ഉണ്ടല്ലോ, എക്സാക്ട്ലി സെയിം ലുക്കാണ്. ആ ഒരു കർവ്ഡ് റെക്ടാങ്കുലർ ക്യാമറ മോഡ്യൂളൊക്കെ വരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരാൻ പോകുന്നത്. ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ ആക്ച്വലി കൺഫ്യൂഷൻ ഇല്ല. റിയൽമി ആണെങ്കിൽ മിക്കവാറും പ്ലാസ്റ്റിക് ആയിരിക്കും. 30,000 താഴെയുള്ള പ്രൈസ് റേഞ്ചിലും റിയൽമി പ്ലാസ്റ്റിക് ആണ് തരുന്നത്. സോ ഗ്ലാസ് പ്രതീക്ഷിക്കേണ്ട. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് റിയൽമി 9 Pro Plusൽ കുറച്ചും കൂടി ഒരു മാറ്റ് പ്രീമിയം ഫിനിഷ് കിട്ടും. റിയൽമി 9 Proയിൽ മിക്കവാറും ആ ഒരു ഗ്ലോസി സെറ്റപ്പ് ആയിരിക്കും. ഐ എം നോട്ട് ഷുവർ, ലെറ്റ്സ് സീ. ഈ 2 ഫോൺസും റിയൽമിയുടെ പ്രോ ഫോൺസ് ആയതുകൊണ്ട് ഒരു സംശയവും വേണ്ട, രണ്ടിലും AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. റിയൽമി നോർമലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ AMOLED ഡിസ്പ്ലേ ആണ് തരുന്നത്. പക്ഷേ ഇതുവരെ ഹൈ റിഫ്രഷ് റേറ്റ് അവർ തന്നിട്ടില്ല. AMOLED ആണെങ്കിൽ എല്ലാത്തിലും മിക്കവാറും 60 Hz ആയിരിക്കും. റിയൽമി X7, റിയൽമി 8 Pro, റിയൽമി 8 എല്ലാത്തിലും 60 Hz ആയിരുന്നു റിഫ്രഷ് റേറ്റ്. പക്ഷേ ഇത്തവണ എന്തായാലും ആ ഒരു റെക്കോർഡ് അവർ ബ്രേക്ക് ചെയ്യും. 90 Hz 120 Hz വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. റിയൽമി 9 Pro Plusൽ 6.43 ഇഞ്ചിൻ്റെ 90 Hz ഡിസ്പ്ലേയും റിയൽമി 9 Proയിൽ 6.6 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ വരുമെന്ന് പറയുന്നുണ്ട്. സോ അങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി പോയോന്ന് അറിയില്ല. ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, ഐ എം നോട്ട് ഷുവർ. പക്ഷേ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റിയൽമി പ്രോ പ്ലസ് എന്ന് പറയുമ്പോൾ പ്രോ പ്ലസ് വേരിയൻ്റ് ആണല്ലോ. സോ എക്സ്ട്രീം സ്പെസിഫിക്കേഷൻസ് ആയിരിക്കണം. വേറെ ഒരു ബാലൻസും കൂടെ നടന്നിട്ടുണ്ട്. അതായത് ലോവർ വേരിയൻറ്റിൽ റിയൽമി 9 Proയിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരിക്കും. 9 Pro Plusൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടാവും. റിയൽമി 9 Proൻ്റെ പുറത്ത് വന്നിരിക്കുന്ന ഡിസൈൻ ലീക്സ് ഉണ്ടല്ലോ, അവിടെ ക്ലിയർ ആയിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാൻ കഴിയുന്നുണ്ട്. റിയൽമി 9 Proൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ ഫേവററ്റ് റിയർ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നത്. അതായത് 64+8+2. റിയൽമിയുടെ മിക്ക എല്ലാ മിഡ് റേഞ്ച്, പ്രീമിയം മിഡ് റേഞ്ച് ഫോൺസിൽ ഇതേ സെറ്റപ്പാണ്. 64ൻ്റെ ഒന്നുകിൽ സോണി അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ സെൻസർ, 8ൻ്റെ അൾട്രാവൈഡ്, 2ൻ്റെ മാക്രോ ഉണ്ടാവും. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. റിയൽമി 9 Pro Plusൽ 50 MP സെൻസറാണ് വരാൻ പോകുന്നത്. അവിടെ 64, ഇവിടെ 50 എന്ന് കേട്ട് നിരാശപ്പെടേണ്ട. 50 MP സെൻസർ മച്ച് ബെറ്റർ ആണ്. സോണി IMX 760 സെൻസർ ആയിരിക്കും എന്നാണ് പറയുന്നത് വിത്ത് OIS. സോ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ OIS കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഫീച്ചർ ആയിരിക്കും. ബാക്കി 2 ക്യാമറാസ് എക്സാക്ട്ലി സെയിം 8 MP + 2 MP ആയിരിക്കും. സെൽഫിയിൽ 16 MP സെൽഫി ക്യാമറ ഉണ്ടാവും 2 ഫോൺസിലും. പിന്നെ ഇത് സ്പെസിഫിക്കേഷൻസ് മാത്രമാണ്. റിയൽമി എങ്ങനെയാണ് ഈ ക്യാമറകൾ ഓപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നത്, വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ഈ 2 ഫോൺസിലും ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. Android 12 വിത്ത് റിയൽമി UI 3.0. അങ്ങനെ വന്നാൽ അടിപൊളിയായിരിക്കും. ആക്ച്വലി റിയൽമി 3.0 ബേസ്ഡ് ഓൺ Android 12ൻ്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ അവിടെ ഫെബ്രുവരിൻ്റെ കോളമിൽ
9 Pro and 9 Pro Plus എഴുതിയിട്ടുണ്ട്. സോ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആണോ അതോ 12 ആണോ ഐ എം നോട്ട് ഷുവർ. എന്തായാലും ഫെബ്രുവരിയിൽ ആൻഡ്രോയിഡ് 12 കിട്ടും. ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ സെറ്റപ്പിൽ നോർമലി റിയൽമിയുടെ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. റിയൽമി 9 Proയിൽ 5000 mAh ബാറ്ററി ആൻഡ് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. റിയൽമി 9 Pro Plusൽ 4500 mAh ബാറ്ററി പിന്നെ 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജറൊക്കെ വരും. ഇതായിരിക്കും മിക്കവാറും ബാറ്ററി ആൻഡ് ചാർജിങ് കോമ്പിനേഷൻ. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത് ഇതിൻ്റെ പ്രൈസാണ്, അതായത് ലീക്ഡ് പ്രൈസാണ്. റിയൽമി 9 Proൻ്റെ സ്റ്റാർട്ടിങ് അതായത് 6GB 128GB പ്രൈസിംഗ് ആണ് 17,000, അതായത് 16,999. ഈ പ്രൈസിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കിഡിലൻ ഫോണായിരിക്കും റിയൽമി 9 Pro. റിയൽമി 9 Pro Plusൻ്റെ ലീക്ഡ് പ്രൈസും കിഡിലനാണ്, അടിപൊളിയാണ്. 6GB 128GB പ്രൈസ് ആയിരിക്കും 19,999 അല്ലെങ്കിൽ 20,999. ഏത് പ്രൈസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രൈസിംഗ് ആണ്. റിയൽമി 9 സീരീസിലുള്ള മറ്റ് ഫോൺസ് നോക്കുകയാണെങ്കിൽ റിയൽമി 9i ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. നോർമൽ ഫോണാണ്, അങ്ങനെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. റിയൽമി 9നെ കുറിച്ച് ഒരു വിവരമില്ല. ഓക്കെ, നോ ലീക്സ് ഒന്നും വന്നിട്ടില്ല, അത് പിന്നീട് വരുള്ളൂ. ഓക്കെ, സോ എനിവേ ഇപ്പം വരാൻ പോകുന്ന 2 ഫോൺസാണ് റിയൽമി 9 Pro and 9 Pro Plus. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്? ഇത് നമ്മുടെ റെഡ്മി നോട്ട് 11 സീരീസിനെ തകർക്കാൻ ചാൻസ് ഉണ്ടോ? ഏതായിരിക്കും വിന്നർ? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.